ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഫിഷ് കറിയാണ്. വളരെ ടേസ്റ്റുള്ള ഒരു കറിയാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ തോല് വളരെ പെട്ടെന്ന് ഉരിച്ചെടുക്കാവുന്ന ഒരു മീനാണ്. ഇത് കറി വെക്കാനും വറക്കാനും ഒക്കെ വളരെ നല്ലതാണ്. അതുപോലെ ഇത് ഒത്തിരി ഇളക്കുവാണെങ്കിൽ ഇത് പൊടിഞ്ഞു പോകുന്ന ഒരു സ്വഭാവം ഈ മീനിനുണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. വറുത്ത് കറി വെക്കുന്നതായിരിക്കും ഒന്നുകൂടെ അനുയോജ്യമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇതിനാവശ്യമായ സാധനം മുളക് പൊടി വേണം, മല്ലിപ്പൊടി വേണം, മഞ്ഞൾപ്പൊടി വേണം, കുരുമുളക് പൊടി വേണം, ഉലുവ വറുത്ത് പൊടിച്ചത് വേണം, ഒരല്പം ഒരു ഇത്തിരി കായം വേണം, ഉപ്പ് വേണം, തോടംപൊളി വേണം, കരിയേപ്പില വേണം, 2 പച്ചമുളക് ഞാൻ കടുക് വറക്കുന്നതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഞങ്ങളുടെ പൂച്ച കാവൽ വന്നിരിക്കുക. അതിൻ്റെ തല വെട്ടി കിട്ടുന്നത് തിന്നാനും അതിൻ്റെ കുടലുമൊക്കെ അതിന് വളരെ ഇഷ്ടമാണ്. അതിന് വന്നിരിക്കുകയാണത് അതുങ്ങൾ. പിന്നെ ഞാൻ ചട്ടി അടുപ്പേ വെച്ച് മുളക്, മഞ്ഞൾ, മല്ലി, പിന്നെ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ഉലുവാപ്പൊടി, കായം, വേല ഒന്നിച്ചിട്ട് ഞാൻ ഒന്ന് മൂപ്പിക്കുക. ഇതിനകത്ത് ഞാൻ എണ്ണ ഉപയോഗിക്കുന്നില്ല കേട്ടോ. കണ്ടില്ലേ, ഒരു തുള്ളി എണ്ണ ഞാൻ ഉപയോഗിക്കുന്നില്ല. സിമ്മിലിട്ടാണ് ഞാനിത് മൂപ്പിക്കുന്നത്. അല്ലാതെ മൂപ്പിച്ച ഇത് കരിഞ്ഞു പോകും. കരിഞ്ഞാൽ പിന്നെ ഈ മീൻ കറിക്ക് ഒരു കയ്പ്പ് ചുവയുണ്ടാകും. അതുകൊണ്ട് കരിയാതിരിക്കാനായിട്ടാണ് സിമ്മിലിട്ടാണ്. തുള്ളി പോലും കരിഞ്ഞിട്ടില്ല. എന്നിട്ട് ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ച് തിളയ്ക്കണം. തിളയ്ക്കുന്നതിനകത്തോട്ട് കരിയേപ്പില ഇട്ട് കൊടുക്കണം. അതുപോലെ ഇച്ചിരി തോടംപുളി ഞാൻ കഴുകി വെള്ളത്തിനകത്തിട്ട് വെച്ചിട്ടുണ്ട്. അതും ഇതിനകത്തോട്ടിട്ട് ഇത് തിളച്ച് കഴിയുമ്പോൾ ഇതിനകത്തേക്ക് മീൻ പറക്കിയിടണം. മീൻ പറക്കിയിട്ട് വെന്ത് കുറുകി മാറ്റി വയ്ക്കണം. അതാണ് ഞാൻ ആദ്യം ചെയ്യുന്നത്. ഉണ്ടോ, ഇട്ടൊഴിച്ച മീനും പറക്കിയിടും. പറക്കിയിട്ട് വെന്ത് തിളച്ച് ഇത് കറി കുറുകി കഴിയുമ്പോൾ എടുത്ത് മാറ്റി വെച്ചിട്ട് ഞാൻ പച്ചമുളക് ഇതിനകത്തിട്ടിട്ടില്ല. ഞാൻ കടുക് വറക്കുന്നതിനകത്ത്, കാരണം എൻ്റെ കയ്യിൽ വറ്റൽമുളകില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ കടുക് വറക്കാൻ 2 പച്ചമുളക് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ കടുകും അല്പം സവോളയുടെ എനിക്ക് ചുവന്നുള്ളിയില്ലായിരുന്നു. ചുവന്നുള്ളിയാ ടേസ്റ്റ്. പിന്നെ അതുമെല്ലാം കൂടിയിട്ട് കടുക് വറക്കുകയാണേ. കടുക് പൊട്ടിക്കഴിഞ്ഞ് ഇത് ഈ നമ്മൾ വെന്ത് മാറ്റി വെച്ചിരിക്കുന്ന മീനിനകത്തോട്ട് ഒഴിക്കുക. അത് വളരെ ടേസ്റ്റുള്ളൊരു കറിയാണ്. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം. നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ. പിന്നെ ഇത് കണ്ടില്ലേ, ആ കറി എത്ര രസമാണ് അത് കാണാനെന്ന് തന്നെ. നല്ല അടിപൊളി കറിയാണ്. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യുക. വളരെ നല്ല കറിയാണ്. ഇച്ചിരി കടുവ അതിനകത്ത് കിടന്നത് ഞാൻ ഇങ്ങോട്ട് ഇട്ടത് കേട്ടോ. കണ്ടില്ലേ, അതിൻ്റെ നിറം തന്നെ എന്ത് ഭംഗിയാ കറിയെന്ന്. അടിപൊളി കറിയാണ്. നിങ്ങൾ പരീക്ഷിച്ച് നോക്കൂ, നല്ലതാണ്.